السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. നോർത്ത് കർണാടകയിലും ഊട്ടിയിലും മറ്റും ദീനീ ഖിദ്മത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഹബീബിയ ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തുന്ന റമദാൻ ഫെസ്റ്റ് പരിപാടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ആമുഖം നീട്ടാതെ വിഷയത്തിലേക്ക് തന്നെ കടക്കാണ്. ഷറഫാക്കപ്പെട്ട റമദാനിൻ്റെ 23-ാം രാവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടാൻ പറ്റുന്ന വളരെയധികം മഹത്വമേറിയ ഷറഫാക്കപ്പെട്ട സമയത്താണ് നാം ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഓരോ സെക്കൻഡുകളും റമദാനിൽ നിന്ന് കഴിഞ്ഞു പോയത് അള്ളാഹു കബൂൽ ചെയ്യുകയും ഇനിയുള്ള കുറഞ്ഞ സമയം അള്ളാഹു അത് വേണ്ടതുപോലെ അതിൻ്റെ ഹക്ക് പോലെ നമുക്ക് ആദരിച്ച് ആ റമദാനിന് ഓരോ സെക്കൻഡുകൾ ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യാം. ചെറിയൊരു ശബ്ദം കേൾക്കും. ഞാൻ നാഗൂറിൽ ബഹുമാനപ്പെട്ട ഖുത്ബുൽ ഹമീദ് അൽ ഗൗസുൽ മജീദ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ നാഹൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും. അത് നിങ്ങൾ ശരിയാക്കണ്ട. ഏതായാലും അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അവസരമാണ് റമദാൻ എന്നുള്ളത്. ഈ ചെറിയ ജീവിതത്തിൽ വലിയ വലിയ മഹത്തുക്കൾ സമ്പാദിച്ച് അവർ സ്വർഗം നേടി അള്ളാഹുവിൻ്റെ ലിഖാ അവർ കാണാനുള്ള അവസ്ഥയിലേക്ക് അവർ മരിക്കുന്ന സമയത്ത് ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ലിഖാ കൊതിച്ചുകൊണ്ട് മരിച്ചുപോയ വഫാത്തായിപ്പോയ വലിയ വലിയ മഹത്തുക്കൾ അവരുടെ പിൻഗാമികളായാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അള്ളാഹു തന്ന വലിയ വലിയ സമയങ്ങളാണ്, അവസരങ്ങളാണ് ഇത്തരം ദിനങ്ങളും രാത്രികളും സമയങ്ങളൊക്കെ. അതിലിപ്പോൾ ലൈലത്തുൽ ഖദർ പറയേണ്ടതില്ല കൂടുതൽ. ലൈലത്തുൽ ഖദർ അതിൻ്റെ ഓരോ സെക്കൻഡുകളും നമുക്ക് റബ്ബിലേക്ക് അടുക്കാനുള്ള സമയങ്ങളാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് നമ്മൾ ഖുർആനിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ലൈലത്തുൽ ഖദറിൻ്റെ സമയങ്ങൾ, സെക്കൻഡുകളെല്ലാം നമ്മൾക്ക് റബ്ബിൻ്റെ പൊരുത്തത്തിലാക്കണം. അതിനിപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളാണ് അവസാനത്തെ 10. അതിലും ഒറ്റയിട്ട രാത്രികൾ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഹദീസിൻ്റെയും മഹാന്മാർ പറഞ്ഞ ഫിഖ്ഹ് അയിമ്മത്തൊക്കെ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. ലൈലത്തുൽ ഖദറിൽ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? മലായിക്കത്തുൽ കിറാമ് തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു. ലൈലത്തുൽ ഖദറിൽ മലായിക്കത്ത് വാനലോകത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, മഅസൂമീങ്ങളായ ഒരു സെക്കൻഡും ഇബാദത്തിൽ നിന്ന് ഒഴിയാത്ത ലാ യഫ്തുറൂന നബിയത്ത് റബ്ബിഹി മലായിക്കത്തുൽ കിറാം അങ്ങനെയാണല്ലോ. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ തെറ്റ് തൊട്ടല്ല മഅസൂമീങ്ങളായ ആ മലായിക്കത്ത് ആ വാനലോകത്തിൽ നിന്ന് എന്തിനാണ് ഈ തെറ്റുകളും കുറ്റങ്ങളും പല നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് എന്തിനാണ് മലായിക്കത്ത് രാത്രി ലൈലത്തുൽ ഖദറിന് ഇറങ്ങി വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു കുറേ വജ്ഹുകൾ പറയുന്നുണ്ട്, ന്യായങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം. അതിൽപ്പെട്ടൊരു പ്രധാനമായൊരു ഭാഗമാണ് വല അനീനുൽ മുദ്നിബി ഖൈറു മിൻ സജ്രിൽ മുസബ്ബിഹീൻ. അതുപോലുള്ള ഒരു ഇബാറത്ത് കാണാം. ഇബാറത്ത് കൃത്യം ഓർമ്മയില്ല, ആശയം അതാണ്. മുദ്നിബീങ്ങളുടെ ആ കരച്ചൽ അള്ളാഹുവിനിക്ക് മലായിക്കത്തിനിക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ് തസ്ബീഹ് ചെല്ലുന്ന ആളുടെ ശബ്ദത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന സാധുക്കളായ നമ്മൾ എല്ലാ സമയത്തും കരയേണ്ടവരാണ്. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഓരോ സെക്കൻഡുകളും ഓരോ നിഅമത്തുകൾ എടുത്തു നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത
നിഅമത്തുകൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത പലതും ചെയ്ത് അതെല്ലാം ഒന്ന് കൃത്യമായി ഓർത്താൽ, ഉത്സാരം ഓർത്താൽ ഉറങ്ങാമ പൊട്ട എന്ന് സഫലമാലയിൽ ചോദിച്ചതുപോലെ, നമ്മളെ കാര്യം എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു സെക്കൻഡ് ഉറങ്ങാൻ പറ്റില്ല. എല്ലാ സമയത്തും റബ്ബിനോട് കരയണം. നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ അതിനൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് കരയണം. ആ കരച്ചൽ മുദ്നിബീങ്ങളായ ആളുകൾ, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ, അവരുടെ ജീവിതം ഓർത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ അഫ്ദലുൽ ഖൽഖി ബഅദൽ അംബിയാ അല തഹ്ഖീഖ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും വലിയ അമ്പിയാക്കളെ കഴിച്ചാൽ ഉയർന്ന സ്ഥാനത്തുള്ളത്. അപ്പോൾ അവർ അടക്കം യാ ലൈതനി കുന്തു ഷജറത്തൻ തുഴലതു, പടച്ചവനെ എന്നെ നീ ഒരു മരമായി പടച്ചിരുന്നെങ്കിൽ പള്ളിയിലോ മറ്റോ തൂണാക്കി ഞാൻ ജീവിക്കട്ടെയായിരുന്നു, ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാകട്ടെയായിരുന്നു ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക്. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് കരയാറുണ്ട് എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം.